എക്സൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു വിൻഡോ ആണ് കാണാനായിട്ട് സാധിക്കുക. അതിൽ നിങ്ങൾക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ, അതായത് ഫോർമാറ്റുകൾ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ ഫോർമാറ്റുകളാണ് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഒരു ബ്ലാങ്ക് വർക്ക് ബുക്ക്, ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാം. ഇതാണ് എക്സൽ വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. ഈ എക്സൽ വർക്ക് ബുക്കിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് കാണുന്നതാണ് ടൈറ്റിൽ ബാർ. നമ്മൾ എന്ത് പേരിലാണോ എക്സൽ സേവ് ചെയ്യുന്നത് ആ പേരായിരിക്കും ഈ ടൈറ്റിൽ ബാറിൽ വരുന്നത്. ടൈറ്റിൽ ബാറിൽ ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാം ക്ലോസ് ബട്ടൺ, റീസ്റ്റോർ ബട്ടൺ, മിനിമൈസ് ബട്ടൺ, അതുപോലെ തന്നെ റിബൺ ഡിസ്പ്ലേ ഓപ്ഷൻ. ഇതിൽ ക്ലോസ് ബട്ടൺ എന്ന് പറഞ്ഞാൽ എക്സൽ ആപ്ലിക്കേഷനിൽ നിന്നും നമുക്ക് എക്സിറ്റ് ആവാനായിട്ട് സാധിക്കും. റീസ്റ്റോർ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ മിനിമൈസ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ വീണ്ടും പഴയ രീതിയിലേക്ക് ആക്കാനാണ് റീസ്റ്റോർ ബട്ടൺ യൂസ് ചെയ്യുന്നത്. മിനിമൈസ് ബട്ടൺ എന്ന് പറഞ്ഞാൽ അതിനെ ചെറുതാക്കി അല്ലെങ്കിൽ മിനിമൈസ് ചെയ്ത് ടാസ്ക് ബാറിൽ ഇടാൻ വേണ്ടിയിട്ടാണ് മിനിമൈസ് ബട്ടൺ യൂസ് ചെയ്യുന്നത്. റിബൺ ഡിസ്പ്ലേ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റിബൺ എന്ന് പറയുന്നത് ഫയൽ, ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട് എന്നൊക്കെ കാണുന്ന ഈ ഒരു ഏരിയയെ നമുക്ക് ടാബ്സ് എന്ന് പറയാം. അതിന് താഴെ കാണുന്ന ഇത്രയും ഏരിയ ആണ് കമാൻഡ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ടാബുകളും കമാൻഡുകളും അടങ്ങിയ ഈ മൊത്തം ഏരിയയെ നമുക്ക് റിബൺ എന്ന് വിളിക്കാം. ഈ ഏരിയ ഷോ ചെയ്യിക്കാനും അതുപോലെ തന്നെ ഹൈഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് റിബൺ ഡിസ്പ്ലേ ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം 3 ഓപ്ഷനുകൾ നമുക്ക് കാണാം. ഓട്ടോ ഹൈഡ് റിബൺ, ഷോർട്ട് ടാബ്സ് ആൻഡ് കമാൻഡ്സ്. ഇതിൽ ഓട്ടോ ഹൈഡ് റിബൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആ റിബണിൻ്റെ അത്രേ ഏരിയ ഹൈഡ് ആകുന്നതായിട്ട് കാണാം. വീണ്ടും ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഷോർട്ട് ടാബ്സ് ആൻഡ് കമാൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് റിബണെ വീണ്ടും റീസ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഷോർട്ട് ടാബ്സ് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ടാബുകൾ മാത്രം കാണാൻ സാധിക്കുന്നതും കമാൻഡ് എന്നുള്ള ഏരിയ, കമാൻഡ് ബട്ടൻ്റെ ഏരിയ ഹൈഡ് ആകുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീണ്ടും ഷോർട്ട് ടാബ്സ് ആൻഡ് കമാൻഡ് എന്നുള്ള ഓപ്ഷൻ എടുത്താൽ റിബണെ റീസ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി എക്സലിൽ കൂടുതൽ കാര്യങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.